സുദിനം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്വന്തം അമ്മയുടെ മടിത്തട്ടിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം പങ്കുവയ്ക്കപ്പെട്ട ഒരു വാചകമായത്. മാതൃസ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നതും ഈ വാചകം തന്നെ. ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടം. ഏതു പ്രതിസന്ധികളിലും നമ്മൾ ആശ്വാസം തേടി എത്തുന്നതും അമ്മ എന്ന ആ രണ്ടക്ഷരത്തിലാണ്. എല്ലാവിധ ശാരീരിക അസ്വസ്ഥതകളോടും കൂടി നമ്മെ 10 മാസം ചുമന്നവൾ, ഏറ്റവും വലിയ വേദന ഏറ്റുവാങ്ങി നമ്മെ പ്രസവിച്ചവൾ, അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകം പരിചയപ്പെടുത്തിയ ആദ്യ ഗുരുനാഥ. ഏത് വ്യക്തിയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിലൊന്ന് സ്വന്തം അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കൺ ഇങ്ങനെ പറഞ്ഞത്, ലോകത്തിൽ ഞാൻ വായിച്ച ഏറ്റവും നല്ല പുസ്തകം എന്റെ അമ്മ തന്നെയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ശില്പിയും അമ്മ തന്നെയാണ്. COVID-19 വലിയ പകർച്ചവ്യാധിയുടെ ഈ കാലത്ത് നമ്മൾ കുട്ടികളെല്ലാവരും വീടിൽ എന്ന കുഞ്ഞു ലോകത്തേക്ക് ചുരുങ്ങിയിരിക്കും. ഇപ്പോൾ അമ്മ തന്നെയാണ് നമ്മുടെ വിദ്യാലയം. അധ്യാപികയും സഹപാഠിയും കളിക്കൂട്ടുകാരിയും എല്ലാം അമ്മ തന്നെയാണ്. അമ്മ എന്ന സ്നേഹക്കടന്റെ ആഴം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്നതും ഇത്തരം സമയങ്ങളിലാണ്. അമ്മ എന്ന മഹാവിദ്യാലയത്തിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി നമുക്ക് മാറാം. മാതൃസ്നേഹത്തിന്റെയും മാതൃഭാഷക്കും മാതൃരാജ്യത്തിനും പകരമായി മറ്റൊന്നുമില്ലെന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. അമ്മയ്ക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഏറ്റവും നല്ല കുട്ടികളായി നമുക്ക് മാറാം. അത് തന്നെയാണ് മാതൃസ്നേഹത്തിനു പകരം നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ഒരമ്മയുടെ കണ്ണീരും ഈ മണ്ണിൽ വിടാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അമ്മക്കും എല്ലാ അമ്മമാർക്കും ആദരവ് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.